നമസ്കാരം. 2026 എന്ന പുതുവർഷത്തിലേക്ക് നാം ഏവരും പ്രവേശിക്കുകയാണ്. 2026 പുതുവർഷം പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം എപ്രകാരമായിരിക്കും എന്ന് ഈ അധ്യായത്തിലൂടെ പരാമർശിക്കാം. ഏവരും ഒരു നിമിഷം നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി വന്ദിക്കൂ. പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 2026 എല്ലാ രംഗത്തും ശോഭിക്കുന്ന ഒരു വർഷമായി തന്നെ മാറും എന്നതാണ് വാസ്തവം. നിങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലകളിൽ നിങ്ങൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് നിസ്സംശയം പറയാം. എന്നാൽ ആദ്യത്തെ 4 മാസക്കാലം നിങ്ങൾ അല്പമൊന്ന് ശ്രദ്ധിക്കേണ്ടതായി വരും. നിങ്ങൾ ചെയ്യുന്നതായ പ്രവർത്തനങ്ങളെല്ലാം വളരെയധികം ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകണം. അതേപോലെ തന്നെ വർഷാവസാനവും നിങ്ങൾ ശ്രദ്ധ പുലർത്തണം. ആദ്യത്തെ 4 മാസവും വർഷാവസാനവും ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക. ഏപ്രിൽ മാസത്തിന് ശേഷമാണ് വലിയ നേട്ടങ്ങളിലേക്ക് നിങ്ങൾ പ്രവേശിക്കുക. ഈ സമയം ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് നിങ്ങൾക്ക് കൂടുതൽ ഉത്തമമായി തീരും. ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് ഗുണകരമായ ഫലങ്ങൾ നൽകും. പ്രത്യേകിച്ചും നിങ്ങളുടെ കുടുംബദേവതാ ക്ഷേത്രത്തിൽ, കുലദേവതാ ക്ഷേത്രത്തിൽ നിങ്ങൾ തീർച്ചയായും ദർശനം നടത്തണം. പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്നതായ സാഹചര്യത്തിൽ തന്നെ നിങ്ങൾ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതാണ് ഏറ്റവും ഉത്തമം. പ്രധാനമായും തൊഴിൽപരമായ വലിയ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്ന ഒരു വർഷമായി തന്നെ മാറും. തൊഴിൽപരമായി വലിയ ഉയർച്ച തന്നെയായിരിക്കും നിങ്ങൾക്ക് ഈ സമയം വന്നു ചേരുക. ധനം, പണം നിങ്ങളെ തേടിയെത്തുന്ന ഒരു സമയമായി തന്നെ മാറാം. അപ്രതീക്ഷിതമായി ധനം പല വഴികളിലൂടെയും വന്നു ചേരാം. പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും വന്നു ചേരാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ബിസിനസ് ആരംഭിക്കുവാനുള്ള ശ്രമങ്ങൾ വിജയം കാണാവുന്ന ഒരു വർഷം കൂടിയാണ്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഉയർച്ച വന്നു ചേരാം. കിട്ടാക്കടങ്ങളുണ്ട് എങ്കിൽ അത് തിരികെ ലഭിക്കുവാനുള്ള സാധ്യതകളുണ്ട്. ഘട്ടം ഘട്ടമായാണ് തിരികെ കിട്ടുന്നത് എങ്കിലും അത്തരത്തിൽ കിട്ടുവാനുള്ള സാധ്യതകളും വളരെ കൂടുതലായ ഒരു വർഷം തന്നെയാണ്. എന്നാൽ ചെറിയ നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത തുലോം കൂടുതലാണ്. നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പോലും നഷ്ടങ്ങൾ അത് ചെറുതാണ് എങ്കിലും സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ അശ്രദ്ധ പാടുള്ളതല്ല. ശ്രദ്ധാപൂർവം തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഈ സമയം പഠിത്തത്തിന് പുതിയ ഉന്മേഷം ലഭിക്കാം. പഠനവുമായി ബന്ധപ്പെട്ട് നവോന്മേഷം ലഭിക്കാവുന്ന ഒരു സാഹചര്യം, ഉയർച്ച ലഭിക്കാവുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലുള്ളത്. പഠനവുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ വന്നു ചേരാം. അധിക ചിലവ് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്രതീക്ഷിതമായി ചെലവുകൾ വർദ്ധിക്കുവാനുള്ള സാധ്യതയാണ് ഈ സമയം കാണുന്നത്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തി തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ആരോഗ്യ കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തേണ്ടതായ ഒരു സാഹചര്യമുണ്ട്. ആശുപത്രി വാസത്തിനും സാധ്യതയുള്ള ഒരു വർഷം തന്നെയാണ്. ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തി തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം. കൂടാതെ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ചില തീരുമാനങ്ങൾ നിങ്ങൾക്ക് എടുക്കേണ്ടതായി വരാം. ആ തീരുമാനങ്ങൾ നിങ്ങൾക്ക് ശക്തമായ തീരുമാനമാണ് എങ്കിലും അത് എടുക്കുവാൻ സാധിക്കുന്ന ഒരു വർഷമായി തന്നെ 2026 മാറും. അത് നിങ്ങൾക്ക് ഗുണകരമായി ഭവിക്കുകയും ചെയ്യാം. ഭൂമിയുമായി ബന്ധപ്പെട്ട് നേട്ടം, ലാഭം എന്നിവ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഭൂമിയുമായി ബന്ധപ്പെട്ട ആദായമാകാം, അല്ലെങ്കിൽ വിൽപ്പനയുമായി ബന്ധപ്പെട്ടാകാം. അത്തരം കാര്യങ്ങൾ, അല്ലെങ്കിൽ ഭൂമി വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടുമാകാം. അത്തരം കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. അത് ലാഭത്തിൽ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടുമാകാം.
ഈ സമയം ഉന്നതമായ പഠനത്തിന് അത് വിദേശത്തോ അല്ലെങ്കിൽ നാട്ടിലാണ് എങ്കിലും അത്തരത്തിൽ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. പഠനാവശ്യങ്ങൾ അനുകൂലമായി തീരാം. പല അപകടങ്ങളിൽ നിന്നും രക്ഷ നേടും എങ്കിലും ശ്രദ്ധ പുലർത്തണം. കണ്ണിൽ കൊള്ളേണ്ടത് പുരികത്ത് കൊണ്ടു എന്ന രീതിയിൽ ചില കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. വാക്ക് തർക്കങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതായ സാഹചര്യം. വാക്ക് തർക്കങ്ങൾ ഒഴിവാക്കിയില്ല എങ്കിൽ അത് തിരിച്ചടിയായി മാറാം. കുടുംബത്തിൽ സമാധാനം ലഭിക്കുന്നതായ ഒരു സാഹചര്യം വന്നു ചേരാം. തർക്കങ്ങൾ ഉണ്ടാകും എങ്കിലും അത് പരിഹരിക്കുവാൻ സാധിക്കും എന്നതാണ് 2026 നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ഭാഗ്യം. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ചില വിഷമതകൾ ഈ സമയം ജീവിതത്തിലേക്ക് വന്നു ചേരാം. പുതിയ വീട്, വാഹനം എന്നിവ വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. വാഹനയോഗം വന്ന് ചേരാവുന്ന ഒരു വർഷം തന്നെയാണ് 2026. ശത്രുക്കളുമായി ബന്ധപ്പെട്ട് ശല്യം വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. ശത്രുശല്യം, ശത്രുദോഷം വർദ്ധിക്കാവുന്ന ഒരു വർഷം തന്നെയാണ്. അത് ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് തിരിച്ചടിയായി ദോഷമായി വന്നു ചേരാം. ഈശ്വരാധീനം വർദ്ധിപ്പിക്കേണ്ട ഒരു വർഷമായി തന്നെ മാറാം. ഈശ്വരാധീനം വർദ്ധിക്കും എന്നും മറ്റ് കാര്യങ്ങൾ അനുകൂലമായി തീരുകയും ചെയ്യാം. മാതാപിതാക്കളുമായി മാനസികപരമായി ഒരു അകലം വന്ന് ചേരാവുന്ന വർഷം. ചില തർക്കങ്ങൾ, വീട് മാറി നിൽക്കേണ്ടതായ സാഹചര്യം, അല്ലെങ്കിൽ തർക്കങ്ങളാലോ അഭിപ്രായ വ്യത്യാസങ്ങളാലോ മാനസികമായി അകന്ന് നിൽക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. ആദരം അല്ലെങ്കിൽ സ്വീകാര്യത, അഭിനന്ദനങ്ങൾ, പ്രശസ്തി കൂടാതെ പുരസ്കാരങ്ങൾ ലഭിക്കുവാനുള്ള ഒരു സാഹചര്യം 2026 നിങ്ങളെ തേടിയെത്താം. പ്രണയ സാഫല്യം, വിവാഹം പോലുള്ള കാര്യങ്ങൾ 2026 നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. എന്നാൽ വർഷാവസാനത്തേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നതായ സമയത്ത് വാഹനാപകടങ്ങൾ അല്ലെങ്കിൽ മറ്റ് അപകട സാധ്യതകൾ വർദ്ധിക്കുന്ന ഒരു വർഷമാണ്. അതിനാൽ ശ്രദ്ധ പുലർത്തിയില്ല എങ്കിൽ തിരിച്ചടിയാണ് നിങ്ങൾക്ക് ഫലം. കൂടാതെ വിദേശത്ത് ജോലി ചെയ്യുന്നവരാണ് എങ്കിലും ശ്രദ്ധ വളരെയധികം പുലർത്തേണ്ടതായ സാഹചര്യമാണ്. ചെയ്യാത്ത തെറ്റിന് പോലും മാനഹാനി, വിഷമതകൾ നേരിടേണ്ടതായ സാഹചര്യം വന്നു ചേരാം. സ്ഥാനക്കയറ്റം പോലുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യത കൂടുതലുള്ള ഒരു വർഷം തന്നെയാണ് 2026. അഗ്നിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതായിട്ടുണ്ട്. അഗ്നിയുമായി ബന്ധപ്പെട്ട് ചില അപകട സാധ്യതകൾ നിങ്ങൾക്കുണ്ട്. ശ്രദ്ധ പുലർത്തണം. പുതിയ കാര്യങ്ങൾ അത് എടുത്തു ചാടി പ്രവർത്തിക്കാൻ പാടുള്ളതല്ല. ശ്രദ്ധ പുലർത്തണം. എന്നിട്ട് മാത്രമേ കാര്യങ്ങൾ പ്രവർത്തിക്കാൻ പാടൂ എന്നതാണ് വാസ്തവം. എടുത്തു ചാടി തീരുമാനങ്ങൾ അത് ചില വ്യക്തികളുടെ പ്രേരണയാൽ ചെയ്യുന്നതാണ് എങ്കിലും നഷ്ടം നിങ്ങൾക്കായിരിക്കും സംഭവിക്കുക. അതിനാൽ പാടില്ല എന്ന് നിസ്സംശയം പറയാം. കൂടാതെ കടം വീട്ടുവാൻ സാധിക്കുന്ന ഒരു പരിധിവരെയെങ്കിലും വീട്ടുവാൻ സാധിക്കുന്ന ദിവസമാണ് മുൻപിലുള്ളത്, അഥവാ ദിവസങ്ങളാണ് മുൻപിലുള്ളത്. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ നിന്നും ഒരു പരിധിവരെയെങ്കിലും ആശ്വാസം ലഭിക്കാം. സന്താനഭാഗ്യം ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്ന ഒരു വർഷം തന്നെയാണ് 2026. നിങ്ങളുടെ ആഗ്രഹങ്ങൾ പലതും നടത്തിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം. മനസ്സിൽ കൊണ്ട് നടക്കില്ല എന്ന് വിചാരിച്ചിരിക്കുന്നതായ കാര്യങ്ങളാണ് എങ്കിൽ പോലും നടക്കുവാനുള്ള സാധ്യത തുലോം കൂടുതലായ ഒരു വർഷമായി തന്നെ 2026 പരാമർശിക്കാം. നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കുന്നതിനോടൊപ്പം രോഗശാന്തിയും പ്രതീക്ഷിക്കാം. ആശുപത്രിവാസം പോലുള്ള കാര്യങ്ങൾ സംഭവിക്കാം എങ്കിലും രോഗശാന്തി ലഭിക്കുന്ന ഒരു വർഷമായി തന്നെ മാറാം. ആശ്വാസം ലഭിക്കാം. വർഷാദ്യം ദേവീക്ഷേത്രത്തിൽ തീർച്ചയായും ദർശനം നടത്തണം. മുൻപ് പരാമർശിച്ച പോലെ കുലദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് പോലെ തന്നെ അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ നിങ്ങൾ ദർശനം നടത്തി നെയ്വിളക്ക് വഴിപാട് നടത്തുക. അതോടൊപ്പം ഗുരുതി പുഷ്പാഞ്ജലി കൂടി നടത്തി മുന്നോട്ട് പോകണം.
ആ വീട്ടിലെ ഗൃഹനാഥന്റെ പേരിൽ ഈ വഴിപാടുകൾ നടത്തുന്നതാണ് ഏറ്റവും ഉത്തമം. ഗുരുതിയും അതേപോലെ തന്നെ ഗുരുതി പുഷ്പാഞ്ജലിയും നെയ്വിളക്കും നടത്തി പ്രാർത്ഥിക്കുക. കൂടാതെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ തുളസിമാല ചാർത്തുന്നതും ഭഗവാന് നെയ്വിളക്ക് സമർപ്പിക്കുന്നതും അതോടൊപ്പം ഒരു പാൽപായസ വഴിപാട് നടത്തുന്നതും ആ വർഷം ഏറ്റവും ശോഭനമായി തീരുവാൻ നിങ്ങൾക്ക് ഉത്തമമാണ്. ഏവർക്കും ചെയ്യുവാൻ സാധിക്കുന്ന ലളിതമായ വഴിപാടുകൾ തന്നെയാണ്. ഈ വഴിപാടുകൾ നടത്തുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യം, വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ നടത്തുന്നതാണ് ഉത്തമം. അത് വർഷത്തിലെ ആദ്യത്തെ ദിവസമാണ് എങ്കിൽ ഏറ്റവും ഉത്തമം. അത്തരത്തിൽ ഒരു പോസിറ്റീവായ ഊർജത്തോടെ ഈശ്വരാനുഗ്രഹത്തോടെ 2026 എന്ന വർഷത്തിലേക്ക് ഏവരും പ്രവേശിക്കുക. ഈ പരാമർശിച്ചിരിക്കുന്നത് പൊതുഫലപ്രകാരമാകുന്നു.